ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരിക്കലും തൊലാക്കേറ്റ് കളിക്കരുത് നമ്മൾ പലപ്പോഴും ഓർമ്മിപ്പിക്കുന്നതാണ്. ഇത് തൊലാക്കാണെന്ന ഇൽമ് ജഹലോട് കൂടെ പറയുകയാണെങ്കിൽ അള്ളാഹ് പുറത്തരും. പക്ഷെ അറിവുള്ള ഒരാൾ ഇത് കളിയും കാര്യമാണ്, കാര്യവും സലാസുൻ ജിദ്ദുഹുന്ന ജിദ്ദുൻ വഹസ്ലുഹുന്ന ജിദ്ദുൻ. 3 തൊലാക്ക് ചൊല്ലി റിഫാഅത്തുൽ ഖുറദി, എൻ്റെ ഭാര്യയെ ഞാൻ 3 തൊലാക്ക് ചൊല്ലി എന്ന് പറഞ്ഞു. അങ്ങനെ ചൊല്ലിയ എന്താ വിഷയം? ഈ പെണ്ണിനെ പിന്നെ ജീവിതത്തിലേക്ക് ഇയാൾക്ക് തിരിച്ചെടുക്കണമെങ്കിൽ വേറെ ഒരു പുതിയാപ്പിള അവളെ കല്യാണം കഴിച്ച് അവര് രണ്ടുപേരും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് അയാൾ സ്വമേധയാ തൊലാക്ക് ചൊല്ലിയാൽ ഇയാൾക്ക് കല്യാണം കഴിക്കാം എന്നല്ലാതെ ഹലാലാക്കി കൊടുക്കുക എന്ന് പറഞ്ഞ പരിപാടി ഇല്ലട്ടോ. 3 തൊലാക്ക് ചൊല്ലി അപ്പൊ അങ്ങനെ ഒരുത്തർ ഞാൻ കെട്ടിയിട്ട് എന്ത് ചെയ്യാം, അവളെ ഹലാലാക്കി തരാം എന്ന് പറഞ്ഞാൽ ഞാൻ അവളെ നിക്കാഹ് ചെയ്യുന്നു, പിന്നെ ഞാൻ തൊലാക്കല്ലി തരാം, പിന്നെ നീ തന്നെ തിരിച്ചെടുത്തോ. ലഅനല്ലാഹുൽ മുഹല്ലില വൽ മുഹല്ലല ലഹ്. ഇങ്ങനെ ഹലാലാക്കുന്ന ആണുങ്ങളെയും അത് ഹലാലായി പൊരുത്തപ്പെടുന്ന പുതിയാപ്പിളമാരെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലഅനല്ലാഹുൽ മുഹല്ലിൽ. എന്താ കാരണം എന്നറിയോ? കല്യാണം എന്ന് പറയുന്നത് മരണം വരെയുള്ള ബന്ധമാണ്. ഒരാൾ 3 തൊലാക്ക് ഒരു പെണ്ണിനെ ചൊല്ലിക്കഴിഞ്ഞാൽ ആ പെണ്ണിന് പിന്നെ ആദ്യ ഭർത്താവിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ വേറെ ഒരുത്തൻ ഇവളെ കല്യാണം കഴിക്കണം. എങ്ങനെ? ടെമ്പററി അല്ല, 1 മാസത്തെ കല്യാണം, അര ദിവസത്തിന്, 1 ദിവസത്തിന്, അങ്ങനെ കല്യാണം തന്നെ സ്വഹീഹാവൂല. വിവാഹം തൽക്കാലം ഒരു ഏർപ്പാടിനെ ഹലാലാക്കാൻ വേണ്ടിയുള്ള കല്യാണം, ആ നിക്കാഹിന് ശരിയല്ലല്ലോ, അത് വ്യഭിചാരമാണ്. അങ്ങനെ നടക്കുന്ന സംഭവങ്ങളൊക്കെ ചില നാടുകളിൽ ഉണ്ടോ എന്ന് സംശയം ഉണ്ടെന്ന് കേൾക്കാറുണ്ട്. ചില ആൾക്കാർ ഇതിനായിട്ട് നടക്കുന്നവരുണ്ട്. ഹലാലാക്കി കൊടുക്കല പരിപാടി. അള്ളാന്റെ ശാപമാണ് നിങ്ങൾക്ക്. അള്ളാഹു ശപിച്ചിരിക്കുന്നു. അതുകൊണ്ട് 3 തൊലാഖുമായി കളിക്കുമ്പോൾ ശ്രദ്ധിക്കണേ, ഇത് പുരുഷന്മാർ, ബുദ്ധിയും തന്റെ ഇടവും അറിവും ഇൽമുമുള്ള ആളുകളാണ് ഭർത്താക്കന്മാർ. അങ്ങനെ ആവേണ്ടത്. ദീന് കൊണ്ട് കളിക്കരുത്. 3 തൊലാഖ് സംഭവിച്ചാൽ കഴിഞ്ഞു. പിന്നെ വേറെ ഒരാൾ അവളുടെ ഇദ്ദ കഴിഞ്ഞ് അവളെ വിവാഹം ചെയ്യുകയും അവരൊന്നിച്ച് ജീവിക്കുകയും എന്നിട്ട് അയാൾക്ക് തൊലാഖ് ചൊല്ലണമെന്ന് തോന്നുകയും ചെയ്ത് തൊലാഖ് ചൊല്ലി ഇദ്ദ കഴിഞ്ഞു തിരിച്ചെടുത്തില്ല, അല്ലെങ്കിൽ 3 തൊലാഖ് ചൊല്ലി ഇദ്ദ കഴിഞ്ഞാൽ ആദ്യത്തെ ഭർത്താവിന് വേണമെങ്കിൽ അവളെ തിരിച്ചെടുക്കാം എന്നല്ലാതെ വേറൊരു കല്യാണം നടക്കാതെ ഇവളെ ഒരിക്കലും ആദ്യ ഭർത്താവിന് സ്വീകരിക്കുക പാടുള്ളതല്ല. ഏതെങ്കിലും ആദ്യത്തെ ഭർത്താവ് എന്റെ ഭാര്യയെ നീ ഒന്ന് കല്യാണം കഴിച്ചിട്ട് എനിക്ക് തിരിച്ചു തരണം എന്ന കണ്ടീഷനോടുകൂടെ കല്യാണം കഴിപ്പിക്കുന്നത് ശർഅ് നിരോധിച്ച വിഷയമാണ്. അത് ഹറാമാണ്, കുറ്റമാണ്. ലഅനല്ലാഹ്, അല്ലാഹു ശപിച്ചിരിക്കുന്നുവെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ പെണ്ണിന് ആദ്യത്തെ ഭർത്താവ് നഷ്ടപ്പെടുകയാണ്. അവര് പിന്നെ കല്യാണം കഴിച്ചു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ. അബ്ദുല്ലാഹി സുബൈർ എന്നവരുടെ സഹോദരൻ അബ്ദുറഹ്മാൻ ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ കല്യാണം കഴിച്ചു. സുബൈർ എന്നവരുടെ മകൻ അബ്ദുറഹ്മാൻ ഇബ്നു സുബൈർ എന്നവരെ കല്യാണം കഴിച്ചു. റിഫാഅത്തുൽ ഖുറദിയാണ് കല്യാണം ആദ്യം തൊലാഖ് ചൊല്ലിയത്. അങ്ങനെ ഈ പെണ്ണ് നബി തങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. ഇത് ഇച്ചിരി ഹദീസാണ്, ഞാൻ പറയാം. അത് കുട്ടി യാ റസൂലല്ലാഹ്, ഈ പെണ്ണ് പറയുമ്പോഴേ ചില പെണ്ണുങ്ങൾ എന്തില്ല ഒളിയും മറയില്ലാണ്ട് പറയും ചിലപ്പോ. അങ്ങനത്തെ ഒരു പെണ്ണായിരുന്നു ഈ വന്ന് പറഞ്ഞത്, ഇംറഅത്തു റിഫാഅത്തുൽ ഖുറദി. ആ പെണ്ണ് ഒരു ഒളി മറയില്ലാതെ നബിയോട് ചില പച്ചയിൽ പറഞ്ഞു. ആ സംഭവം കേൾക്കുമ്പോ മഹാനായ ഖാലിദ് ഇബ്നു സഈദ് ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ വാതിൽക്കലുണ്ട്. ശ്രദ്ധിക്കുന്നവര് നബിന്റെ കൂടെ ഇരിക്കുന്നുണ്ട്. ശ്രദ്ധിക്കുന്നവരെ ആ പെണ്ണിനെ അവിടെ നിന്ന് വലിച്ചു കൊണ്ടുവരും. എന്താണ് ആ പെണ്ണ് പറയുന്നത് എന്ന് മഹാനായ ഖാലിദ് ഇബ്നു സഈദ് എന്ന സ്വഹാബി ഇവിടെ നിന്ന് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. ആ പെണ്ണിനോടൊന്നും പറയില്ല എന്ന് പറയും നബിന്റെ മുമ്പിൽ. എന്താ അവള് പറഞ്ഞത്? അവള് പറഞ്ഞു, പൊന്നാര നബിയെ, ഞാനിപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു സുബൈറിനെ കല്യാണം കഴിച്ചു. കാരണം ഞാൻ റിഫാന്റെ അടുത്തായിരുന്നു. റിഫാ എന്നെ തൊല്ലഖനി 3 തത്ലീഖാത്ത്, 3 തൊലാഖ് എന്നെ ചൊല്ലി. ഫതസവ്വജ്തു ബഅദഹു അബ്ദുറഹ്മാൻ ഇബ്നു സുബൈർ, അബ്ദുറഹ്മാൻ ഇബ്നു സുബൈറിനെ ഞാൻ കല്യാണം കഴിച്ചു നബിയെ. വ ഇന്നഹു വല്ലാഹ്, ഒരു കാര്യം പറയട്ടെ നബിയെ, അല്ലാഹനെ തന്നെ സത്യം, മാ മഅഹു ഇല്ലാ മിസ്ലു ഹാദിഹിൽ ഹുദുബ. ഒരു ടവൽ എടുത്തിട്ട് പറഞ്ഞു നബിയെ, ഈ ടവൽ പോലത്തതേ മൂപ്പരെടുത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയില്ല എന്നാണ് അവരുദ്ദേശിക്കുന്നത്. ഇത് കേട്ടപ്പോഴേക്കും ഖാലിദ് ശ്രദ്ധിക്കുന്നവരെ ആ പെണ്ണിനെ അങ്ങോട്ട് പറഞ്ഞു. എന്താണ് ആ പെണ്ണ് പറയുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ? ഇതൊക്കെ പറയാൻ പറ്റുമോ നിബിതങ്ങളോട്?
അള്ളാഹുവിന്റെ ഹബീബ് ഒന്നും മറുപടി പറയാതെ പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിന്നു. ഫതബസ്സമ റസൂലുള്ളാഹ്. അതാണ് ഇമാം ബുഖാരി തങ്ങൾ ദലീലായി കൊണ്ടുവരുന്നത് ഈ ഹദീസിൽ. മഹാനായ നബി തങ്ങൾ അവിടെ പുഞ്ചിരിച്ചുകൊണ്ട് നിന്നിട്ട് പറഞ്ഞു, ലഅല്ലക തുരീദീന അൻ തർജിഇ ഇലാ റിഫാഅ. റിഫാഅന്റെ അടുത്ത് തന്നെ തിരിച്ചു പോകണമെന്നാണല്ലേ നിങ്ങളുടെ ആഗ്രഹം? അത് പറയാനാണോ എൻ്റെ അടുത്ത് വന്നത് എന്ന് പറഞ്ഞ്, എന്റെ രണ്ടാമത്തെ പുതിയാപ്പിള തീരെ പോരെ നബിയെ, എനിക്ക് ആദ്യത്തെ പുതിയാപ്പിള എന്നെ മതി, അതാണോ നിങ്ങൾ പറയാൻ വന്നത്? പറഞ്ഞു, ലാ, പറ്റൂല മോളെ, 3 തലാഖ് സംഭവിച്ചില്ലേ, നിന്റെ രണ്ടാമത്തെ ഭർത്താവിന്റെ കൂടെ ജീവിച്ച് നിങ്ങൾ പരസ്പരം ശയിച്ച് അയാൾ തൊലാഖ് ചൊല്ലിയാലല്ലാതെ ആദ്യ ഭർത്താവിലേക്ക് പോവുക സാധ്യമല്ല പെണ്ണേ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുക. റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ പല ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു പെണ്ണിനെ പിടിച്ചു വലിച്ചിട്ടുണ്ട് കുപ്പായം കൊണ്ട്. അവര് പറയാ, നബിയെ, എനിക്കിങ്ങനെ ഇസ്തിഹാദത്തിന്റെ രക്തം വരുന്നുണ്ട്, എന്റെ അശുദ്ധി കുറച്ച് നീണ്ടുപോവാണ്, എന്ത് ചെയ്യണം? തങ്ങൾ ഇങ്ങനെ അത് ശുദ്ധിയാക്കുന്ന വിധമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആയിഷ ബീവി പറയാ, എനിക്കിങ്ങനെ ഇടങ്ങേറാവുന്നു നബി, തങ്ങളാകെ മുഷിഞ്ഞിട്ടുണ്ട്, എന്താണ് ഈ പറഞ്ഞു കൊടുക്കുക? അപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ഞാൻ അവളുടെ കുപ്പായം പിടിച്ച ഒരൊറ്റ വലിന്റെ അടുക്കളയിലേക്ക് ഇങ്ങോട്ട് വാ, ഞാൻ പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂലിനോട് പോയി ഇതൊക്കെ ചോദിക്കുകയാണോ? പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും കാട്ടറബികളും സംസ്കാരമുള്ളവരും വലിയ വലിയ വിശ്വകരന്മാരും എല്ലാം ഹബീബിനെ വന്ന് സന്ദർശിക്കും. അവർക്കൊക്കെ പാഠങ്ങളും അറിവും പഠിപ്പിച്ചു കൊടുക്കേണ്ട അധ്യാപകനാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബിയുടെ മുമ്പിൽ ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. സല്ലല്ലാഹു തങ്ങൾ ഇവിടെ പുഞ്ചിരിച്ചുവെന്നും ആ വിഷയത്തിലെ മസ്അല നബി തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തുവെന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി തആല അലൈഹി. ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവർ നബിയുടെ വീട്ടിലേക്ക് വരാൻ. ഇതിന് സമാനമായ ഒരു സംഭവം. ഹബീബായ നബിയുടെ ജീവിതം എത്ര സരളമാണ് എന്ന് നമുക്കറിയാൻ. ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല, വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. ഇതങ്ങനെ നീണ്ടുപോകും. ചിലപ്പോൾ ഇനി 2-3 മണിക്കൂറൊക്കെ പറഞ്ഞിട്ട് അവസാനിക്കണമെങ്കിൽ വിഷയം നമ്മൾ ഇനി നിർത്തുകയാണ്. അപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ വീട്ടിലേക്ക് വരിക. ആ വരുമ്പോഴേ കുറെ ഖുറൈശി പെണ്ണുങ്ങൾ നബിന്റെ അടുത്ത് നിന്ന് ഉറക്കെ ചിരിക്കുന്നുണ്ട്. അവരൊറക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ആരാ അവിടെ ഉള്ളത്? റസൂലുള്ളാഹി തങ്ങൾ, ആയിഷ ബീവി, നബി തങ്ങളുടെ ഭാര്യ അവിടെ ഉണ്ട്. പിന്നെ ഖുറൈശി പെണ്ണുങ്ങള് അവർക്ക് ഞങ്ങൾ മുന്തിയവരാണ് എന്നൊരു തോന്നൽ ഖുറൈശി പെണ്ണുങ്ങൾക്കുണ്ട്. അത് ആയിഷ ബീവി തന്നെ പറയാറുണ്ട് റളിയല്ലാഹു അൻഹാ. അവരങ്ങനെയാ, ഞങ്ങൾ VIP-കളാണ് പെണ്ണുങ്ങളിൽ, അൻസ്വാരി പെണ്ണുങ്ങളെക്കാളും ഞങ്ങൾ മുഹാജിറത്തുകളാണ് ഉഷാറ് എന്നൊക്കെ ഖുറൈശി പെണ്ണുങ്ങൾക്ക് അവരുടെ തറവാട് വെച്ചൊരു തോന്നലുണ്ടല്ലോ, അറബികൾക്ക് ഇന്നും അതുണ്ട്, അങ്ങനെ തോന്നാറുണ്ട്. അപ്പൊ അവര് നബിന്റെ മുമ്പിൽ കൂളായിട്ട് ഉറക്കച്ചിരിക്കുന്നു. എന്തൊക്കെയോ നബി തങ്ങളോട് ചിരിച്ച് കഥ പറയുന്നു. തങ്ങളത് കേട്ടിരിക്കുക സ്വല്ലല്ലാഹു. അതിലാണ് ഉമർ റളിയല്ലാഹു അൻഹു വാതിൽക്കൽ വരുന്നത്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. സലാം അങ്ങോട്ട് കേട്ടപ്പോൾ എല്ലാ പെണ്ണുങ്ങളും ഇറങ്ങി ഓടി. കുറെ ആൾക്കാർ അടുക്കളയിലേക്ക്, കുറെ ആൾക്കാർ റൂമിന്റെ മൂലയിലേക്ക്. ഫബ്തദർനൽ ഹിജാബ്. അവരൊക്കെ കിട്ടുന്ന മറന്റെ ഉള്ളിലേക്ക് മുഴുവൻ അവർ ഓടി. ആരാ വരുന്നത്? വീരശൂരനായ ഉമർ റളിയല്ലാഹു അൻഹു. ഒച്ചക്ക് നിന്നു, ചിരി നിന്നു, വർത്താനം നിന്നു. ഉമർ തങ്ങൾ ഇങ്ങനെ റൂമിലേക്ക്, തങ്ങൾ വാതിൽ തുറന്നിക്കാൻ വേണ്ടി പറഞ്ഞു. ഉമർ തങ്ങൾ കയറി വരിക. റസൂലുള്ളാഹി തങ്ങളുടെ മോശനാണ് ഉമർ റളിയല്ലാഹു അൻഹു. മോൾ ഹഫ്സ ബീവി നബിന്റെ അടുത്തില്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിന്റെ കൂട്ടുകാരനാണ്. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കയറി വരുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കുകയാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കുകയാണ്. എന്തേ നബിയെ? അൽഹഖല്ലാഹു സിന്നക യാ റസൂലല്ലാഹ്. ഒരാൾ ചിരിക്കുമ്പോ അൽഹഖല്ലാഹു സിന്നക എന്ന് പറയൽ സുന്നത്തുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പല്ലുകളെ അള്ളാഹു ചിരിപ്പിക്കട്ടെ. അത് ഒരു നല്ല പുഞ്ചിരി, ഒരു ചെറിയ ചിരി. കൊട്ടച്ചിരി ചിരിക്കുന്ന മനുഷ്യനോട് അള്ളാഹ് ചിരിപ്പിക്കട്ടെ എന്ന് പറഞ്ഞാൽ ബോധം കെട്ട് വീഴും അയാള്. അതിനെങ്ങാനും ഉത്തരം കിട്ടിയ അതിൽ പുഞ്ചിരിക്കുന്ന ആളോട് പറയുമ്പോ അൽഹഖല്ലാഹു സിന്നക, നിങ്ങളുടെ പല്ലുകൾക്ക് ഇനിയും അള്ളാഹു ചിരി തരട്ടെ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. നബി തങ്ങളോട് ഉമർ തങ്ങൾ പറഞ്ഞു. തങ്ങള് സ്വഹാബികളോട് പറയാറുണ്ട് അല്ലാഹു സിന്നക്, നിങ്ങളുടെ പല്ലുകൾക്ക് ഇനിയും ചിരി തരട്ടെ എന്നതിനർത്ഥം. അത് വളരെ മനോഹരമായ അറബികളുടെ ഒരു സംവേദനമാണ്. അപ്പോ നബിയെ എന്താണ് ഈ ചിരി എന്ന് ചോദിച്ചു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഉമറേ, ഞാൻ നിങ്ങളുടെ കാര്യം ഇങ്ങനെ ആലോചിക്കുകയാണ്. ഈ ഖുറൈശി പെണ്ണുങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് ഉറക്കെ വർത്താനവും കഥയും വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോ നിങ്ങളെ സലാം കേട്ടപ്പോ സർവണ്ണ ഓടി. ഒരൊറ്റ കുട്ടിനെ ഇവിടെ കാണില്ല. അതിൽ ഉമർ തങ്ങൾ ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണെന്നാ പറയേണ്ടത്. പക്ഷെ ഉമർ തങ്ങൾ വിനയാന്വിതരാണ്. പൊന്നാര റസൂലെ, എന്താ ഞാൻ ഈ കേൾക്കണത്? അങ്ങയുടെ മുമ്പിലല്ലേ അവർ അച്ചടക്കം കാണിക്കേണ്ടത്? ഞാൻ വന്നപ്പോ എന്നെയാണോ അവർ പേടിക്കേണ്ടത്? വല്ലാഹി അവരല്ലേ അഹഖു അൻ യഹബ്നക യാ റസൂലല്ലാഹ്. അങ്ങയല്ലേ നബി അവർ പേടിക്കേണ്ടത്, എന്നെ പേടിക്കേ.
ഉമർ തങ്ങൾ ഒരു വിളി വിളിച്ചു, യാ അദുവാതി അൻഫുസികിന്ന, സ്വന്തം ശരീരങ്ങളോട് തെറ്റ് ചെയ്ത പെണ്ണുങ്ങളെ. ആരൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഉമർ തങ്ങൾക്ക് അറിയില്ല. കുറെ ബഹളം ഒച്ചപ്പാടും ചിരിയൊക്കെ കേൾക്കുന്ന അതായിരുന്നു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെയൊക്കെ ഉൾക്കൊള്ളാൻ ഈ തിരക്കുള്ള നബി തങ്ങൾക്ക് കഴിയും. എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്, പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുള്ള കാലം, പാണക്കാട് ഹൈദർ അലി ശിഹാബ് തങ്ങളുള്ള കാലം, ഇപ്പോൾ സ്വാദിഖ് അലി തങ്ങളായി, ആ കുടുംബത്തിന് ഒരു ദിവസം വീട്ടുകാർ കിട്ടുന്ന ദിവസം ചൊവ്വാഴ്ച, അന്ന് എത്ര ആളുകൾ ആ വീട്ടിൽ, എത്ര പരാതി, എത്ര മസുലഹത്ത്, എത്ര കച്ചറ തീർക്കണം, എന്തൊക്കെ. ഇതൊക്കെ കേട്ടും ചിരിച്ചും പുഞ്ചിരിച്ചും ഒരാളോടും മുഖം കറുപ്പിക്കാതെ എത്ര ആളുകൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും? അത് നുബുവത്തിന്റെ ഒരു അടയാള. ആ കുടുംബത്തിന്റെ ചോരയുടെ മഹത്വമാ. അവരാരോടും മുഖം കറുപ്പിക്കാറില്ല. ആ രീതിയിലാണ് അവരുടെ വീടുകളിൽ ചെല്ലുന്ന മുഴുവൻ ആളുകളെയും അവർ ഹാൻഡിൽ ചെയ്യുന്നത്. എത്രായിരം ആളുകൾ രാവിലെ മുതൽ പാതിര വരെ അവിടെ കാണാൻ കാത്തിരിക്കല്ലേ, എവിടെ നിന്നൊക്കെ. ഇന്നും നിങ്ങൾ ചെന്ന് നോക്കി ആ ഒരു കുടുംബത്തെ. അതുപോലെ നടക്കുന്നൊരു സംഭവമാണ് കാസർഗോഡ് ജില്ലയിലെ കുമ്പളയിലെ സയ്യിദ് കുഞ്ഞിക്കോയ തങ്ങൾ. അള്ളാഹു മഹാന് ദീർഘായുസും ആഫിയത്തും കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ കുഞ്ഞിക്കോയ തങ്ങളവറുകൾ, കുമ്പോൽ തങ്ങൾ എന്ന് പറയുന്ന വലിയ മഹാനവറുകൾ ജീവിച്ചിരിക്കുന്ന അള്ളാഹിൻ്റെ വലിയ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അള്ളാഹുവർക്കൊക്കെ ദീർഘായുസ് കൊടുക്കുക. എത്ര ആയിരങ്ങൾ അവിടെ കാത്തിരിക്കുക. അവരോടൊക്കെ പുഞ്ചിരിച്ചവരെ പറഞ്ഞയക്കുക. വടക്കേ മലബാറിലെ പാണക്കാട് എന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ അതിലപ്പുറത്താണ്. ഇപ്പോൾ അത്രയും തിരക്കുള്ള സ്ഥലമാണ് അവിടെ കുമ്പള, മംഗലാപുരം, കാസർഗോഡിൻ്റെ ഇടയിൽ മഹാനായ തങ്ങളവറുകൾ. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യവും സന്തോഷവും എന്ന് പറയുന്നത് സയ്യിദന്മാരോടുള്ള ബന്ധവും അവരുമായുള്ള ആത്മീക കടപ്പാടുമാണ്. അതിൻ്റെ ഒരു ബലത്തിലും ധൈര്യത്തിലുമാണ് നമ്മളൊക്കെ എണീറ്റ് നടക്കുന്നത്. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കാറുള്ളത്. അവരുടെയൊക്കെ പൊരുത്തവും പ്രാർത്ഥനയുമാണ്. അള്ളാഹു ആ കുടുംബത്തിന്, പ്രത്യേകിച്ച് എല്ലാ സയ്യിദന്മാർക്കും അള്ളാഹു ദീർഘായുസും ആഫിയത്തും നൽകട്ടെ. അത് ഈ ഉമ്മത്തിൻ്റെ തണലാണ്. ആ തണൽ പോയാൽ അതിൻ്റെ വില അറിയുള്ളൂ. അതുകൊണ്ട് അവർക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യണം. പുണ്യ നബി തങ്ങൾ അവരെ ഉൾക്കൊള്ളുകയാണ്. ഉമർ തങ്ങളോട് വിളിച്ചു പറയാണ്, യാ അദുവാതി അൻഫുസികിന്ന, സ്വന്തം ശരീരങ്ങളോട് തെറ്റ് ചെയ്ത പെണ്ണുങ്ങളെ, എന്താ നിങ്ങൾ ഈ കാണിക്കണത് എന്ന്. നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ പേടിക്കാതെ എന്നോടാണോ നിങ്ങൾ ഇത് ചെയ്തത് എന്ന് പറഞ്ഞപ്പോ ഒരു പെണ്ണതിന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞു, ഉമറേ അൻത അഫല്ലു വഅഗ്ലളു. ഉമറേ, നിങ്ങൾ ഭയങ്കര ദേശക്കാരനല്ലേ, അതുകൊണ്ടാണ് ഞങ്ങൾ ഓടിയത്. നിങ്ങൾ ഭയങ്കര പരുക്കനല്ലേ, ഞങ്ങൾ അതുകൊണ്ടാണ് നിങ്ങളെ കണ്ടപ്പോൾ ഓടിയത് എന്ന മറയുടെ പിന്നിൽ നിന്ന് പുണ്യ നബി തങ്ങൾ ഇത് കേട്ട് പുഞ്ചിരിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ഉമ്മത്തിന്റെ റസൂലാണ്. ഉമ്മത്തി എന്ന് പറഞ്ഞ ആണും പെണ്ണും ഒക്കെ വരും. നമുക്ക് വാപ്പയും ഉമ്മയുമാണ് നബി തങ്ങൾ. അതാണ് അൻത ഉമ്മുൻ അം അബുൻ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتحي والحبيب العربي صلى الله عليك يا سيدي يا رسول الله. عمر النبر أرانا يا من يرى عمرا تكسوه بردته والزيت أدم له والكوخ مأواه. പൊട്ടിപ്പൊളിഞ്ഞ ചെരുപ്പിട്ട് നടക്കുന്ന, കീറിപ്പറിഞ്ഞ കുപ്പായമിട്ട് നടക്കുന്ന ഉമറാണിത് റളിയല്ലാഹു അൻഹു. യഹ്തസ്സു കിസ്റാ അലാ കുർസിയിഹി ഫറഖൻ മിൻ ഖൗഫിഹി വമുലൂകിർ റൂമി തഖ്ശാഹു. ആ കീറിപ്പറിഞ്ഞ വസ്ത്രമിട്ട് നടക്കുന്ന ഫാറൂഖ് തങ്ങളുടെ പേര് കേട്ടാൽ റോമൻ രാജാവ് ഇരിക്കുന്ന സിംഹാസനത്തിൽ വിറക്കും. പേർഷ്യൻ രാജാവ് കിസ്റ ഇബ്നു ഹുർമുസ് വിറച്ചിട്ടുണ്ട്. ഉമർ പറയുന്നു, പേടിക്കും. ഉമർ എന്നവരോ കീറിപ്പറിഞ്ഞ വസ്ത്രമിട്ട നടക്കുക. അള്ളാഹു തെരഞ്ഞെടുത്ത മഹാനാണ്, മുഅല്ലമാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഈ ഉമ്മത്തിന്റെ വിഷയത്തിൽ ഒരുപാട് ത്യാഗം ചെയ്ത മഹാനാണ്. ഉമർ തങ്ങളെ സംബന്ധിച്ചൊരു വിഷയമുണ്ട്. വല്ലാഹി ഇന്നി ലഉജഹിസുൽ ജൈശ വഅന ഫിസ്സലാ. നിസ്കാരത്തിലാണ് ഞാൻ എൻ്റെ സൈന്യത്തെ നിയോഗിക്കുന്ന വിഷയം എൻ്റെ മനസ്സുമായി ഞാൻ ചർച്ച ചെയ്യുന്നത് എൻ്റെ നിസ്കാരത്തിലാണെന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരാൾ ചോദിച്ചു, ഉമർ എന്നവർ ഇപ്പൊ നിസ്കാരത്തിൽ ഇപ്പൊ അതാ ആലോചിക്കുന്നത്? അതിന് മറുപടി കൊടുത്തത് അല്ലാമ ഇബ്നു ഹജർ തങ്ങളാണ്. ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളാണ്.
ഉമ്മത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ സൈന്യം പോകുന്ന. ഉമർ തങ്ങളുടെ വീട്ടിലെ കാര്യമല്ല ഇത്. ഫരീളത്ത്, ഒരു ഫരീളത്ത്, രണ്ടും രണ്ട് നിർബന്ധമായ വിഷയങ്ങളാണ്. ഒന്ന് ഫരീളത്തുൻ കാനത് അലൈഹി ഐനിയ, ഒരു ഫർളുണ്ട്, ബഹുമാനപ്പെട്ടവരുടെ നിസ്കാരം. എന്നാൽ സമൂഹത്തിന്റെ ഒരു ഉത്തരവാദിത്വമാണ് ഈ സൈന്യം പുറപ്പെടേണ്ടത്. അതും ഒരു ഫർള് കിഫയാണ്. ഫർള് കിഫയും ഫർള് ഐനും ഒരു ഇബാദത്തിൽ മഹാൻ ചേർത്ത് വെച്ചു. അതിനെന്താ കുഴപ്പം? നമ്മൾ ആലോചിക്കുന്നത് ഫുട്ബോൾ അല്ലേ? അതുമാതിരിയാണ് ഉമർ തങ്ങൾ ആലോചിക്കുന്നത്. ഉമർ തങ്ങൾ ചിന്തിച്ചത് ഈ ഉമ്മത്തിന്റെ സുരക്ഷയാണ് എന്ന് മറുപടി കൊടുത്തത് അല്ലാമ ഇബ്നു ഹജർ തങ്ങളാണ്. ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ. ഉമർ തങ്ങളെന്നും പറയാൻ നമ്മളായിട്ടില്ലേ. ഉമർ തങ്ങൾ ചെയ്തത് രണ്ടും ഫർളാണ്. നമ്മൾ ചെയ്യണതോ, നമ്മുടെ നിസ്കാരോ നമ്മളുള്ള ഫർളിനെ കൊഴിഞ്ഞാടി പോകും. ആ തരത്തിലാണ് നമ്മൾ നിസ്കരിക്കുന്നത്. അതാണ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു തആറദത്തിൽ ഫരീളതാൻ ഫഅദ്ഖല ഫരീളതൻ ഫീ ഫരീള. ഇബ്നു ഹജർ തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ. ഏതായിരുന്നാലും ഇതാണ് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. പുണ്യനബി തങ്ങളുടെ മുമ്പിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഉറക്കച്ചിരിച്ച് വർത്തമാനം പറയുമ്പോഴും ആ ലോകത്തിന്റെ ഗുരുവിന്, അള്ളാഹുവിന്റെ മെഹബൂബിന് ഇസ്രാ മിഅ്റാജ് നടന്ന മാസത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. പുണ്യനബിക്ക് അതൊക്കെ ഉൾക്കൊള്ളാൻ